വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. ഞാൻ എങ്ങനെയാണ് മാത്സ് പഠിക്കാറ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇനി മാത്സും എല്ലാം പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞത് മാത്സ് ടഫാണ്, അപ്പോൾ എങ്ങനെയാണ് ഞാൻ മാത്സ് പഠിക്കാറ് എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണ് മാത്സ് പഠിക്കാറ് എന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സിൽ സ്കൂളിലാവട്ടെ അല്ലെങ്കിൽ ട്യൂഷനിലാവട്ടെ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മാത്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ് നന്നായിട്ട് തന്നെ കേട്ടിരിക്കണം കേട്ടോ. നമുക്കൊരു പക്ഷേ നല്ല രീതിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ മാത്രമാണ് നമ്മളത് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മ വരും, മിസ്സ് ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ആ ഒരു നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ഒരു ഇൻട്രസ്റ്റിൽ നമുക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ക്ലാസ് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്കത് തൊടാൻ തന്നെ ഒരു മടിയായിരിക്കും. അപ്പോൾ എന്തായാലും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് പഠിക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇക്വേഷൻസും അതുപോലെ തന്നെ കുറച്ച് തിയറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലോ. ഓരോ സംഭവം ഓരോ ടേംസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ട് അത് നല്ല രീതിക്ക് തന്നെ ഒരു 2-3 പ്രാവശ്യം ഇരുന്ന് വായിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് എന്നുള്ളതും, അതുപോലെ തന്നെ അതിൽ നമുക്ക് പുതുതായിട്ട് പഠിക്കുന്ന ടേംസ് എന്താണെന്നും അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ട് പോലെ റെഡിയാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ടിൽ അതിൽ ഇക്വേഷൻസ് മാത്രം, അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന അതിലെ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്, ഇതൊക്കെ ഞാനൊരു ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതി വെക്കാറുണ്ട് കേട്ടോ. എങ്കിൽ നമുക്ക് ഇനി എക്സാമിന് വീണ്ടും നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ മൊത്തമായിട്ട് നമുക്ക് നോക്കണമെന്നില്ല. ഈ ഒരു ഷോർട്ട് നോട്ട് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ റിവിഷൻ്റെ സമയത്തൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ നിങ്ങൾക്ക് അതിലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ നിങ്ങൾ റെഡിയാക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് പോയിട്ട് എഴുതിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചും ആ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാറെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ നോട്ടിൽ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഞാൻ ഒരു റഫ് നോട്ട് എടുത്തതിന് ശേഷം ആ ഒരു ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും. അപ്പോൾ ആദ്യം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ് എന്താണോ ചെയ്തതെന്നിങ്ങനെ നോക്കി മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. എന്നാൽ പിന്നെ നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചാപ്റ്ററിൽ ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് നമുക്ക് സ്വന്തമൊക്കെ തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരു 5-6 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആൻസർ മറച്ച് പിടിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, എത്രത്തോളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ചാപ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നാലും നമുക്കതിലെ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സംഭവം എന്താണെന്ന് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്തൊരു ഭാഗത്തേക്ക് ആ ചാപ്റ്ററിൽ തന്നെ അടുത്ത ഭാഗത്തേക്ക് പോവാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് എന്ന് പറയുന്നത് ഓരോ മുന്നിലേക്ക് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കഴിഞ്ഞ ഭാഗമായിട്ട് നല്ല റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾക്ക് മനസ്സിലായതിന് ശേഷം മാത്രമായിരിക്കണം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ നോട്ടിൽ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഇതേപോലെ ഇരുന്നിട്ട് ഒരു റഫ് നോട്ട് എടുത്തിട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ HSS ലൈവിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഇല്ലാന്ന്
എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ബുക്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ബുക്സ് വാങ്ങിക്കുക, എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കുക, ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഇയറിലും എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് പഠിക്കാനും ആൻസർ ചെയ്യാനും പറ്റുന്ന രീതിക്കായിരിക്കണം നമ്മളത് പഠിച്ചിരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നും നമുക്കതവിടെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇയറിലും വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് തന്നെ ആയിട്ടാണ് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതും കൂടെ ഒന്ന് മാച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് വേണം കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് മാത്സ് പഠിക്കാറുള്ളത്. ആദ്യം തന്നെ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്, പ്രധാനപ്പെട്ട ടേംസ് ഇക്വേഷൻസ് ഒക്കെ ആയിരുന്നു ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നു. എന്നിട്ട് അത് ഷോർട്ട് നോട്ടിലൊക്കെ ഒന്ന് എഴുതി നോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ്സിന് ടീച്ചേഴ്സ് തന്നിട്ടുള്ള നമ്മൾ ചെയ്ത ഹോംവർക്കുകളൊക്കെ ഒന്ന് നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഒരു റഫ് നോട്ട് എടുത്ത് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കുക. എന്നാൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മാത്സ് പഠിക്കാറുള്ളത്. പിന്നെ നമ്മളൊരു ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കണം കേട്ടോ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയം മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.